ഈ സീരിയലുകളുടെ ഒരു അമിതമായ അവർ അതിനകത്ത് അഡിക്ഷൻ ആവുന്നതുകൊണ്ടും അടുത്ത ദിവസം ഇത് എന്താകുമെന്നുള്ള ആകാംക്ഷ മൂലം ഉറക്കം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരുന്നതായിട്ട് ഒരാൾ വ്യക്തമായി പറഞ്ഞു. പല മനഃശാസ്ത്ര ഗ്രന്ഥങ്ങളിലും അതിനെക്കുറിച്ച് ആർട്ടിക്കിളിലും അതിനകത്ത് കണ്ടിട്ടുണ്ട്. അത് വളരെ ഇന്നത്തെ പുതിയ ഒരു യുഗത്തിൽ ധാരാളം സൈക്കാട്രി വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവരോട് ചോദിച്ചാൽ അറിയാം, ഒരു ഏജിനപ്പുറത്തോട്ടുള്ള ആളുകൾ ഈ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു. അത് മുഴുവനും ആ കാരണമാണെന്ന് നിങ്ങൾ ഉടനെ കയറി തർക്കിക്കരുത്. ഒരു പരിധി വരെ ആ ഒരു കാരണം സീരിയലിലെ ഈ ആകാംക്ഷഭരിത മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നു. ഉറക്കം വരുന്നില്ല. ഞാൻ സൈക്യാട്രിയിലെ മാസ്റ്റേഴ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ സീരിയൽ ആദ്യമേ പറയണ്ടായിരുന്നു. സൈക്യാട്രി ഇവിടെ ചോദിച്ചാ പോരായിരുന്നു കാര്യങ്ങൾ. ഞാൻ ബാംഗ്ലൂർ നിംഹാൻസിലായിരുന്നു. അപ്പം അല്ല സീരിയൽ ആർട്ടിസ്റ്റ് സൈക്കാട്രിസ്റ്റാ. നിങ്ങളെയൊക്കെ വേണമെങ്കിൽ ട്രീറ്റ് ചെയ്തോളൂ. സീരിയൽ മാത്രമാണെന്നല്ല, നമുക്ക് അസുഖങ്ങൾ പല കാരണങ്ങൾ കൊണ്ടുവരാം. അതിൽ ഒരു കാരണം മാത്രമാണ്. തീർച്ചയായിട്ടും ഞാൻ അതേ പറഞ്ഞോളൂ. ആ ഒരു കാരണമാണ്. ഞാൻ അത് മാത്രമേ പറഞ്ഞോളൂ. ഞാൻ ആക്ച്വലി സർ, അബ്രോഡ് ഒക്കെ വർക്ക് ചെയ്യുന്ന പാരന്റ്സ് ഉള്ള മക്കളുള്ള പാരന്റ്സിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ മക്കളൊക്കെ അബ്രോഡാണ്, വേറെ ഒന്നും ചെയ്യാനില്ല. അവർക്ക് ജീവിക്കാനുള്ള പ്രചോദനം തന്നെ ഇങ്ങനത്തെ സീരിയലുകളാണ്. ഇവര് ട്വിസ്റ്റ് കൊണ്ടുവന്ന് നിർത്തുമ്പോ എനിക്ക് അറിയുന്ന എത്രയോ പേരുണ്ട് സാർ. അത് നമ്മള് ഈ കാണിക്കുന്ന കഥാപാത്രങ്ങൾ ഒറിജിനൽ ആണെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. ഞാൻ തമിഴത്തെയാണെന്ന് വിശ്വസിക്കുന്ന ജനതയാണ് ഈ 90% ആൾക്കാർ. കഥാപാത്രത്തിന്റെ മേന്മയാണ്, അതിനെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. കാണിക്കുന്ന കാര്യങ്ങൾ വളരെ പ്രചോദനമായി എടുത്ത് ജീവിക്കാനുള്ള പ്രചോദനം ഉണ്ടെന്ന് ധാരാളം മെസ്സേജ് ലഭിച്ച ഒരാളാണ് ഞാൻ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാല് ചേട്ടൻ അത്യാവശ്യമായിട്ട് ഞങ്ങളുടെ ഒരു സീരിയൽ ഒരാഴ്ച ഇരുന്ന് കാണണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.